ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡയപ്പർ കെയറിനെ കുറിച്ചാണ്. ഒരു ഡയപ്പറുമായി ബന്ധപ്പെട്ട് ഒരു പാരന്റ് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഒന്ന്, ഡയപ്പർ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കേണ്ടതുണ്ടോ അതോ തുണിയാണോ നല്ലത്? രണ്ട്, ഡയപ്പർ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇടേണ്ടതുണ്ടോ? മൂന്നാമത്തെ കാര്യം, ഡയപ്പർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഡയപ്പർ ഏരിയയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഡയപ്പർ റാഷ് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഡയപ്പർ ഇടണോ, അങ്ങനെ ഇടണമെങ്കിൽ ഏത് ടൈപ്പ് ഡയപ്പർ? അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയപ്പറിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പം അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക, ഈ പാരന്റിങ് ജേർണിയുടെ ഭാഗമാവാൻ താല്പര്യമുള്ളവർക്ക്. അപ്പൊ എന്തായാലും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ്, ഡയപ്പർ കുട്ടികൾക്ക് അണിഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? അണിഞ്ഞു കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നിങ്ങളുടെ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്തൊക്കെ മലമൂത്രം വിസർജനം, മൂത്രമോ സ്റ്റൂളോ യൂറിനോ ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തുണിയാണ് വെച്ചത് എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് ആ തുണിയിലായിട്ടുള്ള യൂറിലും സ്റ്റൂളിലും ആണ് കിടക്കുന്നത്. അത് കുഞ്ഞിന്റെ സ്ലീപ്പിനെ ബാധിക്കും, കുഞ്ഞിന് കംഫർട്ട് ഉണ്ടാവില്ല. പക്ഷെ ഒരു ഡയപ്പർ ആകുമ്പോൾ നല്ല അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഒരു ഡയപ്പർ ആണെന്നുണ്ടെങ്കിൽ ഈ യൂറിലും സ്റ്റൂളിലും ഉള്ള വെള്ളമൊക്കെ നല്ല രീതിയിൽ വലിച്ചെടുത്ത് കുട്ടിക്ക് ഒരു കംഫർട്ട് നൽകും. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഡയപ്പറാണ് നല്ലത്. അതുപോലെ തന്നെ ഒന്നാണ് നിങ്ങൾ കിടക്കുന്ന കിടക്ക, അതുപോലെ ബാക്കി ക്ലോത്ത് ഒക്കെ വൃത്തികേടാവാതിരിക്കാനും ഡയപ്പർ ആണ് നല്ലത്. അപ്പോൾ പൊതുവെ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പല പാരന്റ്സിന്റെ ഇടയ്ക്ക് ഡയപ്പറിനോടൊരു ഭയമുണ്ട്. ഭയപ്പെടേണ്ടതില്ല. കുറേ തെറ്റിദ്ധാരണാജനകമായ വീഡിയോസ് ഡയപ്പറിനെ കുറിച്ചുണ്ട്. പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സേഫ് ആണ്, വളരെ സുഖകരമായി ഉപയോഗിക്കാം. അപ്പൊ തുണിയേക്കാൾ എപ്പോഴും നല്ലത് ഡയപ്പർ തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം വരും, തുണിയുടെ ഡയപ്പർ ആണോ, ക്ലോത്ത് ഡയപ്പേഴ്സ് ആണോ, അതോ വൺ ടൈം യൂസ് ചെയ്യുന്ന ഡയപ്പേഴ്സ് ആണോ നല്ലത്? എപ്പോഴും വൺ ടൈം യൂസ് ചെയ്യുന്ന ഡയപ്പേഴ്സ് ആണ് പൊതുവെ നല്ലത്. അത് എന്ന് പറഞ്ഞാൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ഡയപ്പേഴ്സ് മോശമാണെന്നല്ല. നമുക്കത് വിശദമായി പരിശോധിക്കാം. ഇപ്പൊ വൺ ടൈം ഡയപ്പേഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടെ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. മാത്രമല്ല അത് റീയൂസ് ചെയ്യേണ്ട ആവശ്യം വരാത്തതുകൊണ്ട് നമ്മളത് കളയും. പക്ഷെ നമ്മൾ റീയൂസ് ചെയ്യുന്ന ക്ലോത്ത് ഡയപ്പേഴ്സിന്റെ ഒരു പ്രോബ്ലം, അത് ഈ മൂത്രത്തെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അത് കഴുകി ഇടുന്ന സമയത്ത് അത് പ്രോപ്പറായി ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു റിസ്ക് അവിടെ അതിനുണ്ട്. പക്ഷെ അതിനർത്ഥം അത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല. ഉപയോഗിക്കാതെ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പക്ഷെ ഒരു സന്ദർഭത്തിൽ അത് ഉപയോഗിക്കാതിരിക്കാൻ നല്ലത്. ഏതാണ് സന്ദർഭം? ട്രാവലിൽ. കാരണം ട്രാവലിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ കഴുകിയെടുക്കുന്ന ഡയപ്പേഴ്സ് ഇടാൻ പറ്റില്ല. ആ ട്രാവൽ കംപ്ലീറ്റ്ലി ഹാഫസാഡായി മാറും. നിങ്ങൾക്ക് ആ ട്രാവലിൽ മൊത്തം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കഴുകിടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കഴുകിട്ടാൽ ഉണങ്ങില്ല. അതേ ഡയപ്പർ വീട്ടിലിടുന്ന ഫംഗൽ ഇൻഫെക്ഷൻ വരും. അപ്പൊ ട്രാവലിൽ എന്തായാലും നിങ്ങൾ സിംഗിൾ ടൈം യൂസ് ഡയപ്പേഴ്സ് ആണ്. എപ്പോഴും പാരന്റ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, രാത്രി ഉറങ്ങുന്ന സമയത്ത് ഡയപ്പർ ഇട്ട് കൊടുക്കേണ്ടതുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പറയും ഡയപ്പർ ഇട്ട് കൊടുക്കുന്നതിനാണ് നല്ലത്. എന്താ, ഒരു ഗുഡ് സ്ലീപ്പ് കിട്ടാൻ എപ്പോഴും ഡയപ്പർ ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ, ഇപ്പൊ രാത്രി നിങ്ങൾ ഉറങ്ങി, കുഞ്ഞു ഉറങ്ങി, നിങ്ങളൊരു തുണിയാണ് വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് ആ തുണിയിൽ മലവും മൂത്രവും പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലാണ് കിടന്ന് ഉറങ്ങുന്നത്. കാരണം തുണി വല്ലാണ്ട് അബ്സോർബ് ചെയ്യൂല. അപ്പൊ നിങ്ങളടുത്ത് ഒരു ഉണരുന്നത് വരെ, അല്ലെങ്കിൽ കുട്ടി ഉണരുന്നത് വരെ ആ കുട്ടി അതിലെ കിടക്കുന്നത്, കുഞ്ഞിന്റെ സ്ലീപ്പ് ഡിസ്റ്റർബ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നൈറ്റിൽ ഡയപ്പർ ഇട്ട് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഡയപ്പർ ഇട്ട് കൊടുക്കാമെന്ന് തന്നെയാണ് IAPയുടെ പാരന്റിങ് ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി അടുത്തൊരു കാര്യം, ട്രാവലിൽ ഡയപ്പർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ട്രാവലിൽ എപ്പോഴും നിങ്ങൾ സിംഗിൾ ടൈം യൂസ് ഡയപ്പേഴ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ കഴുകുന്ന ഡയപ്പേഴ്സ് ട്രാവൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രാവൽ എന്തായാലും കുളമാവും. കാരണം ഒരു ട്രാവലിൽ നമുക്ക് കഴുകി വീണ്ടും ഉപയോഗിക്കുന്ന ഡയപ്പർ കഴുകാൻ പറ്റൂല. അങ്ങനെ കഴുകിയാൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉണങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതാണ് ട്രാവലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അടുത്തൊരു കാര്യമാണ്, ഡയപ്പർ ഇടുന്ന കുട്ടി ഡയപ്പർ ഏരിയയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഡയപ്പർ ഏരിയാസിൽ പൗഡർ ഒരിക്കലും ഉപയോഗിക്കരുത്. രണ്ട്, ഡയപ്പർ ഏരിയാസിൽ മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ശീലിക്കാം, അതിനെ പ്രൊമോട്ട് ചെയ്യാം. കാരണം എന്താ, അവിടെ ഈ മോയ്സ്ചറൈസർ അവിടെ തേക്കുമ്പോൾ ഡയപ്പറും സ്കിന്നും തമ്മിലുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് ഒരു പരിധി വരെ തടയാൻ പറ്റും. ഈ ഡയപ്പറും സ്കിന്നും തമ്മിൽ കോണ്ടാക്ട് വരുന്നതുകൊണ്ടാണ് പല കുട്ടികൾക്കും ഈ ഡയപ്പർ റാഷ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാം, ഡയപ്പർ റാഷ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഈ തൊലിയുമായി
ഡയപ്പർ ടച്ച് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഡയപ്പർ റാഷ് വരാൻ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഈ തൊലിക്കും ഈ ഡയപ്പറിനും ഇടയ്ക്കൊരു ബാരിയർ പോലെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ റാഷ് വരുന്ന ഒരു പരിധി വരെ തടയാം. അതുകൊണ്ട് തന്നെ ഈ ആ ഡയപ്പർ ഏരിയാസിൽ മോയ്സ്ചറൈസിങ് ക്രീം പോലത്തെ ക്രീമുകൾ തേക്കുന്നത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതാണ് അടുത്ത കാര്യം. അടുത്ത കാര്യം, എപ്പോഴും ഒരു ഡയപ്പർ ഫ്രീ പീരീഡ് ഉണ്ടായിരിക്കുക. അതായത് ഒരു 3-4 മണിക്കൂർ നിങ്ങൾ ഡയപ്പർ ഇട്ടെന്ന് വിചാരിക്കുക. അടുത്ത ഒരു കുറച്ച് സമയം, അത് എത്ര സമയമാണെന്നൊന്നും പറയുന്നില്ല, വേണമെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ എടുക്കാം, ഡയപ്പർ ഫ്രീ ആയിരിക്കുക. അത് നൈറ്റ് ഡയപ്പർ ഫ്രീ ആയിരിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം നിങ്ങളും കുഞ്ഞൊക്കെ ഉറങ്ങാണ്, ബെഡ് ചീത്തയാവും. അപ്പൊ ഡയപ്പർ ഫ്രീ പീരീഡ് എപ്പോഴും പകലാക്കാൻ ശ്രമിക്കുക. അടുത്ത കാര്യം, കുഞ്ഞ് മലം പാസ് ചെയ്ത് കഴിഞ്ഞാൽ പകൽ സമയത്ത് പ്രത്യേകിച്ച് പെട്ടെന്ന് ഡയപ്പർ മാറ്റി കൊടുക്കുക. മലം പാസ് ചെയ്ത് നല്ല രീതിയിൽ അത് വെറ്റായി ഇതായി കഴിഞ്ഞാൽ ഒന്ന് മാറ്റി കൊടുക്കുക. ചെറിയ രീതിയിലെല്ലാം പറഞ്ഞ് ശരിക്കും അത് വൃത്തികേടായി കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റി കൊടുക്കുക. അടുത്തൊരു കാര്യം, മലം പോയാലും ഇല്ലെങ്കിലും അത് മൂത്രമായാലും ഇല്ലെങ്കിലും 4-5 മണിക്കൂർ 4 to 5 hours മുകളിലോട്ട് ഒരു ഡയപ്പർ ഉപയോഗിക്കാതിരിക്കാൻ നല്ലത്. അപ്പൊ നിങ്ങളൊരു 4 to 5 hours ഡയപ്പർ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടി, ഒരു 1 മാസം 2 മാസമൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ എന്തായാലും ആ സമയം കൊണ്ട് മലമൂത്ര വിസർജനം നടത്തും. പക്ഷേ ഒരു മൂത്രം ഒഴിച്ചില്ല എന്ന് വിചാരിക്കാം, എന്നിരുന്നാൽ പോലും 4-5 മണിക്കൂർ കഴിയുമ്പോൾ ആ ഡയപ്പർ ഊരിയിട്ട് ഒരു ഡയപ്പർ ഫ്രീ പീരീഡ് കൊടുത്തിട്ട് ആ ഡയപ്പർ മാറ്റി വേറൊരു ഡയപ്പർ ഇടണം. അടുത്ത കാര്യം, ആ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള റാഷ് കണ്ടു തുടങ്ങുമ്പോഴേ നിങ്ങൾ ബാരിയർ ക്രീം ഉപയോഗിച്ചു തുടങ്ങുക. എന്താണ് ബാരിയർ ക്രീം? ഞാൻ നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഡയപ്പർ റാഷ് വരുന്നത്? ഞാൻ മുകളിൽ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഡയപ്പർ റാഷ് വരിക. ചില കുട്ടികൾക്ക് അത് ശ്രദ്ധിച്ചാലും വരും, കാരണം അവരുടെ സ്കിന്ന് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പം ബേസിക്കലി എന്തുകൊണ്ടാണ് ഡയപ്പർ റാഷ് വരുന്നത്? ഇത് ഡയപ്പർ, ഇത് സ്കിന്ന്, ഇത് തമ്മിൽ കോണ്ടാക്ട് വരുന്നതുകൊണ്ടാണ് ഈ റാഷ് ഫോം ചെയ്യുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വേണം? ഇതിന്റെയും ഇടയ്ക്ക് ഒരു ബാരിയർ വേണം. അതിനെയാണ് ബാരിയർ ക്രീംസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സിങ്ക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ഏത് റാഷ് ഫ്രീ ക്രീമും നിങ്ങൾക്ക് തേച്ചു കൊടുക്കാം. എങ്ങനെയാണെങ്കിൽ ചെറിയ രീതിയിൽ ഡയപ്പർ റാഷ് കണ്ടു തുടങ്ങുമ്പോഴേ നിങ്ങൾ തേച്ചു കൊടുക്കുക, ചെറിയ രീതിയിൽ. എങ്ങനെ ഉപയോഗിക്കേണ്ടത്? ഈ സിങ്ക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ഡയപ്പർ റാഷ് ഫ്രീ ക്രീമുകൾ ഡയപ്പർ അണിയുന്നതിന് മുമ്പ് ഡയപ്പർ ഏറ്റവും കൂടുതൽ ടച്ച് വരുന്നതും ഈ ചുവപ്പ് കാണുന്നതുമായുള്ള എല്ലാ ഭാഗത്തും തേക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഡയപ്പറും ഈ സ്കിന്നും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവില്ല, അതിനിടയ്ക്ക് ഒരു ബാരിയർ ക്രീം വന്നല്ലോ. അങ്ങനെ ഈ ചെറിയ രീതിയിൽ തുടങ്ങുമ്പോഴേ തേച്ച് കഴിഞ്ഞാൽ അത് വലുതാവില്ല. പക്ഷേ ഡയപ്പർ റാഷ് നല്ല രീതിയിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതുണ്ട്. കാരണം ഡയപ്പർ ഏരിയാസിൽ വരുന്ന എല്ലാ റാഷസും ഡയപ്പർ റാഷുകളല്ല. ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ട്, ഡയപ്പർ ഡെർമറ്റൈറ്റിസ്, അങ്ങനെ കുറെ പേരിൽ അറിയപ്പെടുന്ന അസുഖങ്ങൾ ആ ഭാഗത്ത് വരുന്നുണ്ട്. അവ തമ്മിൽ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പലപ്പോഴും സാധിക്കില്ല. അതൊരു ഡോക്ടറുടെ സഹായം വേണം, ഒരു പീഡിയാട്രീഷ്യന്റെ അല്ലെങ്കിൽ സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ സഹായം വേണം. അപ്പൊ നിങ്ങളെ പീഡിയാട്രീഷ്യനെ കാണിക്കുക. എങ്ങനെയാണെങ്കിൽ ആ റാഷ് വലുതാവുകയെന്നുണ്ടെങ്കിൽ ആ റാഷ് വലുതാവാതിരിക്കാനുള്ള വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാ? ഒരു ബാരിയർ ക്രീം ഉപയോഗിക്കുക. അതിൽ ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ തേച്ച് നോക്കുക. അത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സിങ്ക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള റാഷ് ഫ്രീ ക്രീമുകൾ, അപ്പൊ നിങ്ങൾ ഏത് റാഷ് ഫ്രീ ക്രീം വാങ്ങിച്ചാലും സിങ്ക് ഓക്സൈഡ് ഉണ്ടോ നോക്കുക, അതുള്ള ക്രീമുകൾ വാങ്ങിക്കുക, തേക്കുക. അതിലും നിൽക്കുന്നില്ല, നല്ല രീതിയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ പീഡിയാട്രീഷ്യന്റെ അടുത്ത് പോയി ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെ വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡയപ്പർ ഏരിയയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും നിങ്ങൾ ചെയ്തിരിക്കേണ്ടതായ കാര്യങ്ങൾ. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിച്ച് നിർത്തട്ടെ. പല പാരൻസും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, മുമ്പ് നിങ്ങളുടെ ഡോക്ടർ ഡയപ്പർ ഏരിയാസിൽ റാഷ് വന്ന സമയത്ത് തേക്കാൻ തന്ന ഒരു ക്രീം ഡയപ്പർ ഏരിയാസിൽ എപ്പോൾ റാഷ് വന്നാലും തേച്ചുകൊണ്ടിരിക്കും. തെറ്റാണ്. കാരണം ഡയപ്പർ ഏരിയാസിൽ വരുന്ന എല്ലാ റാഷും ഡയപ്പർ റാഷുകളല്ല. ഓരോ സമയത്തും അത് ഡോക്ടറെ കാണിച്ച് അത് ഡയപ്പർ റാഷ് ആണോ, ഫംഗൽ ഇൻഫെക്ഷൻ ആണോ, മറ്റെന്തെങ്കിലും പ്രോബ്ലം ആണെന്ന് തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി വ്യത്യസ്ത ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്. അതുകൊണ്ട് പണ്ട് എപ്പോഴോ തേച്ച ഒരു റാഷ് ഫ്രീ ക്രീം അല്ലെങ്കിൽ റാഷ് ക്രീം ഏത് സമയത്തും ഡയപ്പർ റാഷ് വന്നാലും തേക്കരുത്. അത് മിസ്റ്റേക്കാണ്. പാരൻസ് അങ്ങനെ തേച്ച് വരുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഡയപ്പർ ഏരിയ പ്രോപ്പറായി എങ്ങനെ നോക്കാമെന്ന് മനസ്സിലായല്ലോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്തോളൂ, നോട്ടിഫിക്കേഷൻ ഓൺ ആയിക്കോളൂ. ഓൾട്ടർനേറ്റ് ഡേ നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങളോട് പെട്ടെന്ന് എത്തും. അപ്പോൾ ഹാപ്പി പാരന്റിങ്.